കേരളത്തിനായി പിരിച്ച 2018 പ്രളയ ഫണ്ട് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ബോർഡ് വകമാറ്റി. സുൽത്താനേറ്റിൽ പുതുയുഗ മുന്നേറ്റം. സുൽത്താൻ കാബൂസിന്റെ വേർപാടിൽ 6 വർഷം. ഓർമ്മകളിൽ സുൽത്താൻ കാബൂസ്. അപകടകരമായ ഡ്രൈവിംഗ്, കാർ പിടിച്ചെടുത്തു. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി. കേരളത്തിൽ 2018 മഹാപ്രളയത്തിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും വഴി പിരിച്ചെടുത്ത തുക കേരളത്തിന് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായും ഇന്ത്യൻ സ്കൂൾ ബോർഡിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചതായും ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാൻ പറഞ്ഞു. ബോർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ദാർസൈദ് ഇന്ത്യൻ സ്കൂൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത്. കേരളത്തിലെ പ്രളയ ദുരിതർക്കായി പിരിച്ചെടുത്ത തുക കൈമാറിയിട്ടില്ലെന്നും ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ ഒമാനിലെ വിവിധ ഇടങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. 2018 കേരളം മഹാപ്രളയത്തിൽ അകപ്പെട്ടപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് മലയാളി പ്രവാസി സമൂഹം മുൻകൈയെടുത്തും അല്ലാതെയും കേരളത്തിലേക്ക് ഫണ്ടും സഹായവും എത്തിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഒമാനിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടെ ധനസഹായം പിരിച്ചെടുത്തിരുന്നു. അധികൃതരുടെ അനുമതിയോടെ ഇന്ത്യൻ സ്കൂൾ ബോർഡും ഈ കളക്ഷനിൽ ഭാഗമായി. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പിരിച്ചെടുത്ത ഏകദേശം 1.5 കോടി കടുത്ത തുക 2020 കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. എന്നാൽ ഇന്ത്യൻ സ്കൂൾ ബോർഡിന് കീഴിൽ ഏകദേശം 23,000 ഒമാനി റിയാലാണ്, അതായത് ഏകദേശം 50 ലക്ഷത്തിലേറെ രൂപയാണ് കളക്ഷൻ. പല ഘട്ടങ്ങളിലായി പൂർത്തിയായി വന്നപ്പോഴേക്കും അന്നത്തെ ബോർഡിന്റെ കാലാവധി കഴിയുകയും പുതിയ ഭരണസമിതി നിലവിൽ വരികയും ചെയ്തു. 2 വർഷമാണ് ബോർഡിന്റെ കാലാവധി. ശേഷം വന്ന ഭരണസമിതിയും പ്രളയ ഫണ്ട് കേരളത്തിന് കൈമാറാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കോവിഡ് അടക്കമുള്ള സാഹചര്യങ്ങളെ തുടർന്ന് നടപടികൾ നീണ്ടു. പിന്നാലെ നിലവിൽ വന്ന കഴിഞ്ഞ ഭരണസമിതിയും തുക കേരളത്തിന് നൽകാൻ തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായില്ല. എന്നാൽ 2025 ഏപ്രിലിൽ ചുമതലയേറ്റ നിലവിലെ സമിതി പ്രസ്തുത ഫണ്ട് കേരളത്തിന് കൈമാറേണ്ടതില്ലെന്ന് തീരുമാനിച്ചതായാണ് ചെയർമാൻ സെയ്ദ് സൽമാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിനിടെ വെളിപ്പെടുത്തിയത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് കീഴിൽ ഭരണ പുരോഗതിയുടെ കുതിപ്പിൽ ഒമാൻ. സത്യസന്ധതയും സുതാര്യതയും ശക്തിപ്പെടുത്തുക, സ്ഥാപനങ്ങളുടെ പങ്ക് ഉറപ്പാക്കുക, സുസ്ഥിര വികസനത്തിനായി അടിത്തറ പാകുക എന്നീ ലക്ഷ്യങ്ങളോടെ ഒമാൻ വിഷൻ 2040 നടപ്പാക്കുന്നതിൽ ദൃഢനിശ്ചയത്തോടെ ഒമാൻ മുന്നേറുകയാണെന്ന് സംസ്ഥാന ധനകാര്യ ഭരണ ഓഡിറ്റ് അതോറിറ്റിയുടെ ഉപാധ്യക്ഷ സഹ്റ മുഹമ്മദ് റിദ അൽ ലവാത്തി ഒമാൻ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. നിയമവാഴ്ച ഉറപ്പാക്കുകയും ഉത്തരവാദിത്ത നയം നടപ്പാക്കുകയും ചെയ്യുന്നതിലൂടെ സർക്കാർ സ്ഥാപനങ്ങളിലെ സുതാര്യതയും സത്യസന്ധതയും വർദ്ധിപ്പിക്കാനായതായും അവർ കൂട്ടിച്ചേർത്തു. അഴിമതി ബോധ്യ സൂചികയിൽ ഒമാൻ ശ്രദ്ധേയ മുന്നേറ്റം കൈവരിച്ചതായി അവർ വ്യക്തമാക്കി. 180 രാജ്യങ്ങൾ ഉൾപ്പെട്ട 2024 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ സൂചികയിൽ 20 സ്ഥാനങ്ങൾ ഉയർന്ന് 50-ാം സ്ഥാനത്താണ് ഒമാൻ. അറബ് ലോകത്തെ സ്ഥാനം. അറബ് രാജ്യങ്ങളിൽ അഴിമതിയിൽ ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ 4-ാം സ്ഥാനത്താണ് ഒമാൻ. 2023 കണക്കുപ്രകാരം ഒമാൻ 70-ാം സ്ഥാനത്തായിരുന്നു. മുൻകാലത്ത് സ്ഥാപിതമായ ആധുനിക സ്ഥാപനങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള ദൗത്യം സുൽത്താൻ ഏറ്റെടുത്തതായി സ്റ്റേറ്റ് കൗൺസിൽ അംഗം സെയ്ദ് ആദിൽ അൽ മുർദാസ് അൽ ബുസൈദി പറഞ്ഞു. സമഗ്ര സുസ്ഥിര വികസനം ലക്ഷ്യമിടുന്ന ഒമാൻ വിഷൻ 2040 റോഡ് മാപ്പിന്റെ അടിസ്ഥാനം. നിയമനിർവ്വഹണത്തിൽ സ്റ്റേറ്റ് കൗൺസിലും ഷൂറ കൗൺസിലും സജീവ പങ്കാളിത്തം വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുൽത്താൻ നാടിന്റെ പ്രിയപ്പെട്ട ഭരണാധികാരി സുൽത്താൻ കാബൂസ് ബിൻ സൗദിന്റെ വിയോഗത്തിന് 6 വർഷം. അറബ് ലോകത്ത് ഏറ്റവും അധിക കാലം രാഷ്ട്രനായകത്വം വഹിച്ച ഭരണാധികാരിയായ അദ്ദേഹത്തിന്റെ വേർപാട് 79-ാം വയസ്സിലായിരുന്നു. ഒമാന്റെ പുരോഗതിയിലേക്ക് വഴിതെളിച്ച സുൽത്താൻ കാബൂസ് ആധുനിക ഒമാന്റെ രാജശില്പിയും അറബ് മേഖലയിലെ സമാധാന സന്ദേശ വാഹകനുമായിരുന്നു. അധികാരത്തിൽ അരനൂറ്റാണ്ട് എന്ന അപൂർവ നേട്ടത്തിന് 7 മാസം ബാക്കിയായിരിക്കെയായിരുന്നു മരണം. സുൽത്താൻ സൗദ് ബിൻ തൈമൂറിന്റെയും ഷെയ്ഖ മൻസൂർ അൽ മഷാനിയുടെയും ഏക മകനായി 1940 നവംബർ 18 സലാലയിലാണ് സുൽത്താൻ കാബൂസ് ജനിച്ചത്. സലാലയിലും ഇന്ത്യയിലെ പൂനെയിലുമായിട്ടായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. 1970 ജനുവരി 23 പിതാവ് സൗദ് ബിൻ തൈമൂറിൽ നിന്ന് സുൽത്താൻ കാബൂസ് ഒമാന്റെ ഭരണ സാരഥ്യം ഏറ്റെടുത്തത്. കാബൂസ് അധികാരമേൽക്കുമ്പോൾ ലോക ഭൂപടത്തിൽ ഒട്ടും തന്നെ അറിയപ്പെടാതിരുന്ന രാജ്യമായിരുന്നു ഒമാൻ. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണവും ഉൾക്കാഴ്ചയും കാഴ്ചപ്പാടുകളും ഒരു രാജ്യത്തെ മാറ്റിമറിക്കുന്ന അത്യപൂർവ കാഴ്ചയാണ് തുടർന്നുള്ള കാലം ഒമാൻ സാക്ഷ്യം വഹിച്ചത്. മറ്റുള്ള അറബ് രാജ്യങ്ങളെ പോലെ എണ്ണയാൽ സമൃദ്ധമല്ലെങ്കിലും വികസനത്തിന്റെയും വളർച്ചയുടെയും സ്ഥിരതയുടെയും സമാധാനത്തിന്റെയും സുരക്ഷയുടെയും കാര്യത്തിൽ ഒമാനെ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു.
അടിസ്ഥാന സൗകര്യ വികസനത്തിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലുമെല്ലാം വലിയ കുതിപ്പാണ് ഒമാൻ ഈ കാലയളവിൽ സ്വന്തമാക്കിയത്. ഇന്ത്യയുമായി എന്നും സവിശേഷ ബന്ധം പുലർത്തിപ്പോന്ന നേതാവായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പ്രവാസികൾ എക്കാലവും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. പ്രവാസികൾക്ക് തിരിച്ചും. പശ്ചിമേഷ്യൻ സമാധാനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകളെ മുൻനിർത്തി മഹാത്മാഗാന്ധി സമാധാന പുരസ്കാരം സുൽത്താൻ കാബൂസ് ബിൻ സൗദിന് നൽകിയിട്ടുണ്ട്. സുഹാറിൽ അപകടകരമായ ഡ്രൈവിംഗ് നടത്തിയതുമായി ബന്ധപ്പെട്ട് കാർ പിടിച്ചെടുത്തു. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. സുഹാർ സ്പെഷ്യൽ ടാക്സ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ പരിശോധനയിലാണ് വാഹനവും പ്രതികളെയും പിടികൂടിയത്. നിയന്ത്രണം വിട്ട കാർ മറ്റ് 3 വാഹനങ്ങളിൽ ഇടിക്കുകയും ചെയ്തിരുന്നു. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണ്. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.